Hi all, welcome to my class. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ക്ലാസ് 7 ബേസിക് സയൻസിലെ 7th ചാപ്റ്ററാണ്. ഓൾറെഡി നമ്മൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. കാരണം മിക്ക വീഡിയോസും നമ്മൾ പാർട്ടായിട്ടാണ് കേട്ടോ ഇടാറുള്ളത്. സോ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്യാം. അത് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ സെക്കൻഡ് പാർട്ട് കാണാം കേട്ടോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. സോ കാർഡിയാക് വെൽനെസ് എന്ന ഭാഗം മുതലാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഹേർട്ടിൻ്റെ ഫിഗറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. റെഗുലർ ഇൻടേക്ക് ഓഫ് ഫാറ്റി ഫുഡ് എഫക്ട്സ് മൈ ഫങ്ഷനിങ്. അതായത് നമ്മൾ ഒരുപാട് ഫാറ്റ് അടങ്ങിയിട്ടുള്ള നല്ല ഓയിൽ, വറുത്തതും പൊരിച്ചതും അങ്ങനത്തെ ഭക്ഷണങ്ങൾ അതൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ ഹേർട്ട് കേടാവുമെന്നാണ് പറയുന്നത്. സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ് ലിക്വർ വിൽ മേക്ക് മീ സിക്ക് ഫാസ്റ്റ്. അതേപോലെ നമ്മളെ പുകവലി, അതുപോലെ മദ്യപാനം, ഇതൊക്കെ ഇതിൻ്റെ പ്രവർത്തനത്തെ എന്താക്കും, അതായത് ബുദ്ധിമുട്ട് വരുത്തുന്ന രീതിയിൽ, അതിന് അപകടങ്ങൾ വരുത്തുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ലാക്ക് ഓഫ് റെഗുലർ എക്സസൈസ് വിൽ ഇമ്പയർ മൈ ഹെൽത്ത്. അതായത് നമുക്ക് എന്താ പറയുക, കറക്റ്റായിട്ടുള്ള എക്സസൈസ് ഇല്ലാത്തതും ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നു. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വേ മീ ഡൗൺ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതുകൊണ്ടൊക്കെ എന്തുണ്ടാവും, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വരും അല്ലേ. അപ്പോൾ നമുക്ക് അത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട്. വാട്ട് ആർ ദ തിങ്സ് വി ഷുഡ് ടേക്ക് കെയർ ഓഫ് ടു മെയിൻറ്റെയിനിങ് എ ഹെൽത്തി ഹാർട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ തിങ്സ് ആണ് എടുക്കേണ്ടത്? വി ഷുഡ് ഡു റെഗുലർ എക്സസൈസ് ചെയ്യണം. അവോയ്ഡ് സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ് ആൽക്കഹോൾ. സ്മോക്ക് ചെയ്യുന്നതും ആൽക്കഹോൾ ഡ്രിങ്ക് ചെയ്യണം നടക്കുന്നത്. പിന്നെ അവോയ്ഡ് ഓവർ ഫാറ്റി ഫുഡ്സ്. ഫാറ്റി ആയിട്ടുള്ള ഫുഡ്സ് അവോയ്ഡ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഹാർട്ട് ഡിസീസ് കുറയ്ക്കാൻ പറ്റും. ആഫ്റ്റർ അനലൈസിങ് ദ ഇലുസ്ട്രേഷൻ റെക്കോർഡ് യുവർ ഫൈൻഡിങ്സ് ഇൻ ദ സയൻസ് ഡയറി. വി ക്യാൻ പ്രൊട്ടക്ട് ദ health of a heart through good food habits, regular exercise and better lifestyles. അപ്പോൾ അതിൻ്റെ ആൻസർ തന്നെ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇൻ കേസ് ഓഫ് ഇഞ്ചുറിയുടെ കേസാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ what will happen, you have understood that the heart, blood and blood vessels are part of circulatory system. അപ്പോൾ സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്ടാണ് നമ്മുടെ ഹാർട്ട്, നമ്മുടെ ബ്ലഡ് വെസൽസ് ഒക്കെ. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ബ്ലഡ് വെസൽസ് ആർ കട്ട്? ബ്ലഡ് വെസൽസ് കട്ട് ചെയ്ത ബ്ലഡ് ഓടോ? ഇല്ല. വൈൽ പ്ലേയിങ് യുവർ ഫ്രണ്ട്സ് ഹാൻഡ് ഗെറ്റ് ഇൻജുർഡ് ആൻഡ് ഈസ് ബ്ലീഡിങ്, വാട്ട് വിൽ യു ഡു? എന്ത് നിങ്ങൾ ചെയ്യും? പെട്ടെന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ കൈ പെട്ടെന്ന് മുറിഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യും? മുറിവ് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ധാരാളം വെള്ളം കൊടുക്കും അല്ലേ. വാട്ട് ഫസ്റ്റ് എയ്ഡ് ക്യാൻ ബി ഗിവൻ ടു എ പേഴ്സൺ ഹൂ ഈസ് ഇൻജുവേർഡ്. ഇൻജുവർ വന്നിട്ടുള്ള പേഴ്സണ് എന്തൊക്കെയാണ് നിങ്ങൾ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് കൊടുക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്താ ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ടുണ്ട്? അതിൻ്റെ ആൻസർ ക്ലീൻ ദ വൂണ്ട് വിത്ത് ഫ്രഷ് വാട്ടർ. നമ്മളത് ആദ്യം ഫ്രഷ് വാട്ടർ യൂസ് ചെയ്തിട്ട് ആ മുറിവ് കഴുകും അല്ലേ. പ്രസ് ദ വൂണ്ട് വിത്ത് യുവർ ഹാൻഡ്. കൈ വെച്ചിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. ഇഫ് ദ വൂണ്ട് ഈസ് ഓൺ ദ ഹാൻഡ് ഹോൾഡ് ഇറ്റ് അപ്പ്. എന്നാൽ കയ്യുമ്മലാണെങ്കിൽ അത് ഹോൾഡ് ചെയ്ത് വെക്കും. ഇഫ് ബ്ലീഡിങ് ഡസൻ സ്റ്റോപ്പ് റാപ്പ് ദ വൂണ്ട് വിത്ത് എ ക്ലീൻ ക്ലോത്ത് ഓർ ബാൻഡേജ്. ബ്ലീഡിങ് നിൽക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ബാൻഡേജ് വെച്ച് കെട്ടിക്കൊടുക്കും. അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ ഗെറ്റ് മെഡിക്കൽ ഹെൽപ്പ് ക്വിക്കലി. ഓക്കെ, അടുത്തത് ട്രാൻസ്പ്ലാന്റ് ദ ഹേർട്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഹേർട്ട് ഒരു ട്രാൻസ്പ്ലാന്റേഷനൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. ഹേർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ഈസ് പെർഫോംഡ് ഓൺ പീപ്പിൾ വിത്ത് സിവിയർ ഹേർട്ട് ഡിസീസ്. യൂഷ്വലി ദ ഹേർട്ട് ഓഫ് എ ബ്രെയിൻ ഡെഡ് പേഴ്സൺ ഈസ് ട്രാൻസ്പ്ലാന്റഡ് ഓൺ ടു ദ പേഷ്യൻ്റ്. അതായത് മസ്തിഷ്ക മരണം സംഭവിച്ച ആൾക്കാരുടെ ഹാർട്ടാണ് ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി യൂസ് ചെയ്യുക. ദ ഫസ്റ്റ് സക്സസ്ഫുൾ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ വാസ് ഡൺ ബൈ ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡ് ഇൻ 1967. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത ഡോക്ടറുടെ പേരാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അടുത്തത് ബ്ലഡ് ഡൊണേഷൻ എ നോബിൾ ആക്ട് ആണ്. എ ഹെൽത്തി പേഴ്സൺ ഹാസ് അബൌട്ട് 5.5 liters ഓഫ് ബ്ലഡ് ഇൻ ഹിസ് ബോഡി. ഒരു ആരോഗ്യവാനായ മനുഷ്യൻ്റെ ശരീരത്തിൽ എത്ര ബ്ലഡ് ഉണ്ട്? 5.5 ലിറ്റർ ബ്ലഡ് ഉണ്ടെന്നാണ് പറയുന്നത്. വാട്ട് ഈസ് ടു ബി ഡൺ ഇഫ് ദർ ഈസ് എ ഡിക്രീസ് ഇൻ ദ വോളിയം ഓഫ് ബ്ലഡ് ഡ്യൂ ടു ആക്സിഡൻറ്റ് ഓർ ഇൽനെസ്. അതായത് നമ്മൾ എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിയിട്ടോ അസുഖങ്ങൾ പറ്റിയിട്ടോ ശരീരത്തിൽ നിന്ന് ബ്ലഡ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ പറയാം. വൺസ് യു ആർ ഇൻ ആംബുലൻസ് ഓർ അറ്റ് ദ ഹോസ്പിറ്റൽ
First, your provider will give you fluids like saline and then blood through an IV, a bag of liquid attached to a needle that goes directly into the vein. Most people who lose more than 30% of their blood volume will also need a blood transfusion. അപ്പോൾ നമ്മുടെ വെയിനിൽ കൂടെ നമുക്ക് ബ്ലഡ് എത്തിച്ച് തരൂ അല്ലേ. നമുക്ക് ബ്ലഡ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും പല സ്ഥലത്തും ആക്സിഡൻറ്റ് നടക്കുമ്പോൾ നമ്മൾ പല അഡ്വർടൈസ്മെൻറ്റിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് പോസിറ്റീവ് ബ്ലഡ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇന്ന ബ്ലഡ് ഗ്രൂപ്പ് ആവശ്യമുണ്ട് ഹോസ്പിറ്റലിലേക്ക് വേണ്ട, അല്ലെങ്കിൽ പലരും ബ്ലഡ് ഡൊണേറ്റും ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനത്തെ കേസിൽ ആവശ്യമുള്ളതാണ്. അപ്പോൾ ഒബ്സർവ്, ഒരു പിക്ചറിൽ കണ്ടോ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ഒരു പിക്ചറാണ്. ബ്ലഡ് ഡൊണേഷൻ എ നോബിൾ ഡൊണേഷൻ. ബ്ലഡ് ഡൊണേഷൻ ഈസ് ദ വോളണ്ടറി ഡൊണേഷൻ ഓഫ് ബ്ലഡ് ബൈ എ പേഴ്സൺ ടു അനദർ ഓർ ഫർദർ യൂസ് ത്രൂ ഇറ്റ്സ് സയൻറ്റിഫിക് പ്രിസർവേഷൻ. യു ക്യാൻ ആൾസോ ബി എ പാർട്ട് ഓഫ് ദിസ് സോഷ്യൽ സർവീസ് വെൻ യു ടേൺ 18. പ്രിപ്പയർ സ്ലോഗൻസ് റിലേറ്റഡ് ടു ബ്ലഡ് ഡൊണേഷൻ ആൻഡ് ഡിസ്പ്ലേ ഇറ്റ്. അപ്പോൾ എന്താ പറയുക, ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അല്ലേ. നമ്മൾക്ക് 18 വയസ്സായി കഴിഞ്ഞ് നമ്മൾ ആരോഗ്യവും ഹെൽത്തി ഉള്ള ആളാണെങ്കിൽ നമ്മൾക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഒരു സ്ലോഗൻ പറയാൻ വേണ്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം, പീപ്പിൾ ലീവ് വെൻ പീപ്പിൾ ഗീവ് ബ്ലഡ്. ഒരു സ്ലോഗനാണ് പീപ്പിൾ ലീവ് വെൻ പീപ്പിൾ ഗീവ് ബ്ലഡ്. സെക്കൻഡ് സ്ലോഗനായിട്ട് ബ്ലഡ് കണക്ട് അസ് ഓൾ. ബ്ലഡ് കണക്ട്സ് അസ് ഓൾ സെക്കൻഡ് വൺ ആയിട്ട് നമുക്ക് പറയാം. അപ്പം നമ്മൾ ഇത്രയും ഭാഗത്ത് നമ്മൾ ഹേർട്ടിനെ പറ്റിയിട്ടും ബ്ലഡിനെ പറ്റിയിട്ടുമാണ് പഠിച്ചത്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എക്സ്ക്രീറ്ററി സിസ്റ്റമാണ്. സോ ഫാർ വി ഹാവ് ഡിസ്കസ്ഡ് ലൈഫ് പ്രോസസ് സച്ച് എസ് ഡൈജഷൻ, സർക്കുലേഷൻ ആൻഡ് റെസ്പിറേഷൻ. അപ്പോൾ നമുക്ക് അറിയാമല്ലേ ഡൈജഷൻ എന്താണെന്ന്, നമ്മളെ ഭക്ഷണം കറക്റ്റായിട്ട് ദഹിക്കുന്ന അവസ്ഥ. അപ്പോൾ സർക്കുലേഷൻ, റെസ്പിറേഷൻ, വിച്ച് ഈസ് ദ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് റെസ്പിറേഷൻ. റെസ്പിറേഷൻ്റെ ഭാഗമായിട്ട് ഏത് ഗ്യാസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, വിച്ച് ഓർഗാൻ എലിമിനേറ്റ്സ് ഇറ്റ്. അതിനെ പുറത്തേക്ക് തള്ളപ്പെടുന്നത് ഏത് ഓർഗാൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. സോ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ, CO2. അവിടെ ആ ഓർഗൻ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ലങ്സ് ആണ്. ലങ്സ് എലിമിനേറ്റ് ദിസ് ഗ്യാസ് ആസ് എ റിസൾട്ട് ഓഫ് റെസ്പിറേഷൻ. ഓക്കെ, അടുത്തത് which are the other waste materials produced in our body. നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേറെ വേസ്റ്റ് മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, സാൾട്ട്സ്, യൂറിയ, യൂറിക് ആസിഡ് ആൻഡ് അതർ വേസ്റ്റ് മെറ്റീരിയൽസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അടുത്തത് എക്സ്ക്രീഷൻ എന്ന അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ മെക്കാനിസംസ് അവൈലബിൾ ടു എലിമിനേറ്റ് ദീസ് വേസ്റ്റ് മെറ്റീരിയൽസ്. അപ്പോൾ അതിൻ്റെ ആൻസറാണ് നമ്മൾ എക്സ്ക്രീഷനായിട്ട് പഠിക്കുന്നത്. എക്സ്ക്രീഷൻ ഈസ് ദ പ്രോസസ് ഓഫ് എലിമിനേഷൻ ഓഫ് യൂറിയ, എക്സസ് വാട്ടർ, സാൾട്ട് എക്സിട്ര ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ബോഡി ആസ് എ റിസൾട്ട് ഓഫ് ലൈഫ് പ്രോസസ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂറിയ, അതേപോലത്തെ സോൾട്ട്, എക്സസ് ആയിട്ടുള്ള വാട്ടർ, ഇതെല്ലാം എലിമിനേറ്റ് ചെയ്ത് പുറത്തേക്ക് തള്ളപ്പെടുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതാണ് ആ ഓർഗൻ? കിഡ്നീനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കിഡ്നി ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സ്ക്രീറ്ററി ഓർഗൻ ഇൻ അവർ ബോഡി. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്ക്രീറ്ററി ഓർഗൻ ആണ് നമ്മുടെ കിഡ്നി എന്ന് പറയുന്നത്. ദ ആക്ട് ആസ് ഫിൽറ്റേഴ്സ് ഇൻ ദ ഹ്യൂമൻ ബോഡി. അത് ഹ്യൂമൻ ബോഡിയിൽ അരിപ്പ എന്നാണ് പറയുക അല്ലേ, ഫിൽട്ടർ ആയിട്ടാണ്, അതായത് അരിച്ചെടുക്കുകയാണ് നമ്മുടെ വേസ്റ്റ് പ്രോഡക്ട്സിന് ആവശ്യമില്ലാത്തത്. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ഐഡൻറ്റിഫൈ ദ ഷേപ്പ് ഓഫ് ദ കിഡ്നി. അപ്പോൾ കിഡ്നിയുടെ പിക്ചർ ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞുതരാം. ആ ഓറഞ്ച് കളറിൽ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മളെ റീനൽ ആർട്ടറി എന്ന് പറയുന്നത്. ബ്ലൂ കളറിൽ കാണുന്നതാണ് നമ്മളെ റീനൽ വെയിൻ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമുക്ക് കിഡ്നി ലെഫ്റ്റ് സൈഡിലും കിഡ്നി കാണുന്നുണ്ട്. പിന്നെ നമുക്ക് യുറേറ്റർ, നമുക്ക് 2 കിഡ്നി ഉണ്ട് അല്ലേ. പിന്നെ യുറേറ്റർ കണ്ടില്ലേ, ആ ട്യൂബ് പോലെ ഇങ്ങനെ പോയിട്ടുള്ളതാണ് യുറേറ്റർ. പിന്നെ അടിയിലെ യൂറിനറി ബ്ലാഡർ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ചാപ്റ്ററിൽ നല്ലോണം ഫിഗേഴ്സ് വന്നിട്ടുണ്ട്, ഹേർട്ടിൻ്റെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഫിഗേഴ്സ് നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ബ്ലഡിൻ്റെ ആ ഒരു പാർട്ടിൽ വന്നിട്ടുണ്ട്. സോ ഫിഗർ തന്നിട്ട് നിങ്ങൾക്ക് അടയാളപ്പെടുത്തി തരാൻ എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ ഫിഗർ പലരും വിട്ടു പോകുന്നൊരു കാര്യമാണ്, പക്ഷെ നല്ല മാർക്കിന് ചോദിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാ ഫിഗറും പഠിച്ചിട്ട് പോകണം. നമുക്ക് ഏത് വരും എന്നൊന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഏത് വേണമെങ്കിലും വരാം.
അടുത്തത് ഡിസ്കസ് ദ ഗിവൺ ക്വസ്റ്റ്യൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഫോളോയിങ് നോട്ട്സ്. അപ്പോൾ കിഡ്നി ആൻഡ് ഫിൽട്രേഷൻ എന്നുള്ള ഭാഗം ഞാൻ പറഞ്ഞുതരാം. കിഡ്നീസ് ആർ ബീൻ ഷേപ്ഡ് ആൻഡ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ അബ്ഡോമിനൽ ക്യാവിറ്റി ഓൺ ഐദർ സൈഡ് ഓഫ് ദി വെർട്ടിബ്രൽ കോളം. വെർട്ടിബ്രൽ കോളത്തിൻ്റെ 2 സൈഡായിട്ടാണ് ഈ കിഡ്നി ലൊക്കേറ്റ് ചെയ്യുന്നത്. അത് അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ അല്ലേ, അത് ഏത് ഷേപ്പാണ്? ബീൻ ഷേപ്പാണ് കിഡ്നിയുടെ വരുന്നത്. ദ റീനൽ ആർട്ടറി ക്യാരീസ് ബ്ലഡ് ടു ദ കിഡ്നീസ്. കിഡ്നിയിലേക്ക് ബ്ലഡ് എത്തിക്കുന്നത് ആരാണ്? റീനൽ ആർട്ടറി ആണ് കേട്ടോ. ദിസ് ബ്ലഡ് കണ്ടെയ്ൻസ് യൂറിയ, ഗ്ലൂക്കോസ്, സോൾട്ട്, ഓക്സിജൻ ആൻഡ് അതർ കമ്പോണൻസ്. ഇങ്ങനെ എത്തിക്കുന്ന ബ്ലഡിൽ എന്തെല്ലാം ഉണ്ട്? യൂറിയ ഉണ്ട്, ഗ്ലൂക്കോസ് ഉണ്ട്, സോൾട്ട് ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, പിന്നെ വേറെ ചില കമ്പോണൻസും ഉണ്ട്. ബട്ട് ദ ബ്ലഡ് റിട്ടേണിംഗ് ത്രൂ ദ റീനൽ വെയിൻ ആഫ്റ്റർ ഫിൽട്രേഷൻ കണ്ടെയ്ൻസ് കമ്പാരിറ്റീവ്ലി ലെസ് എമൗണ്ട് ഓഫ് യൂറിയ, ഗ്ലൂക്കോസ്, സോൾട്ട്, ഓക്സിജൻ ആൻഡ് അതർ കമ്പോണൻസ്. ഇവിടുന്ന് നമ്മൾ റീനൽ വെയിനിലേക്ക് പോകുമ്പോൾ ബ്ലഡിൽ എന്താ ഉണ്ടാവുക? അതായത് ഈ കമ്പോണൻസ് ഒക്കെ കുറച്ച് കുറയും, ആവശ്യമുള്ളത് മാത്രമായിട്ട് മാറും. കാരണം നമ്മളവിടെ എക്സ്ക്രീഷൻ നടക്കുന്നുണ്ട്. ദ വേസ്റ്റ് പ്രോഡക്റ്റ് ഇൻ ദ ബ്ലഡ് ദസ് ഫിൽറ്റേർഡ് ബൈ ദ കിഡ്നീസ് ആർ എലിമിനേറ്റഡ് ത്രൂ യൂറിൻ. അപ്പോൾ കിഡ്നിയിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ വേസ്റ്റ് പ്രോഡക്ട്സിനൊക്കെ എലിമിനേറ്റ് ചെയ്യുന്നത്. അത് ഏതായിട്ടാണ് പോകുന്നത്? നമ്മൾ യൂറിൻ ആയിട്ടാണ് പോകുന്നത് അല്ലേ. സോ കിഡ്നീസ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മെയിൻറ്റെയിനിങ് ദ പ്രോപ്പർ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ആൻഡ് സോൾട്ട് ഇൻ ദ ബോഡി. അടുത്തത് ദ ഏവറേജ് ഡെയിലി ഔട്ട്പുട്ട് ഓഫ് യൂറിൻ ഫ്രം എ ഹെൽത്തി പേഴ്സൺ ഈസ് 1.5 ലിറ്റേഴ്സ്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സൺ 1.5 ലിറ്റേഴ്സ് യൂറിൻ പുറത്തേക്ക് വിടുമെന്നാണ് പറയുന്നത്. നമ്മൾ വെള്ളം കുടിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ് യൂറിൻ. നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പുറന്തള്ളിയിരിക്കണം. പലരും അത് പോവാതെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. വിച്ച് ബ്ലഡ് വെസൽസ് ക്യാരി ബ്ലഡ് ടു ദ കിഡ്നീസ് എന്നാണ് അവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഏത് ബ്ലഡ് വെസലാണ് നമ്മുടെ കിഡ്നിയിലേക്ക് ബ്ലഡ് എത്തിക്കുന്നത്? നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു അല്ലേ, റീനൽ ആർട്ടറിയാണ്. വിച്ച് ബ്ലഡ് വെസൽസ് ക്യാരി ബ്ലഡ് ബാക്ക് ഫ്രം ദി കിഡ്നി? അത് റീനൽ വെയിൻ ആണ് കേട്ടോ. അടുത്തത് ഹൗ ഡസ് ദ ബ്ലഡ് ഇൻ ദ റീനൽ ആർട്ടറി ഡിഫർ ഫ്രം ദാറ്റ് ഇൻ ദ റീനൽ വെയിൻ? റീനൽ ആർട്ടറിയിൽ എന്തുണ്ടാവും? നമ്മൾ ബ്ലഡ് കൊണ്ടുവരുമ്പോൾ ഓൾറെഡി എല്ലാ കമ്പോണൻസ് ഉണ്ടാവും. റീനൽ വെയിനിൽ എത്തുമ്പോൾ അത് അരിക്കുന്നു ഒന്ന് ഫിൽട്രേഷൻ പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട് അല്ലേ. സോ അതിൻ്റെ ആൻസർ വരുന്നത് ദ റീനൽ ആർട്ടറി ക്യാരീസ് ബ്ലഡ് ടു ദ കിഡ്നീസ് ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് യൂറിയ, ഗ്ലൂക്കോസ്, സോൾട്ട്, ഓക്സിജൻ ആൻഡ് അതർ കമ്പോണൻസ്. ഹൗവർ the blood returns to the renal vein after filtration, that is the blood in the renal vein which contains comparatively less urea, glucose, salt, oxygen and other components. Already ഞാൻ പറഞ്ഞതാണ്. അടുത്തത് വിച്ച് ട്യൂബ് ക്യാരീസ് യൂറിൻ ഫ്രം ദ കിഡ്നി യൂറിൻ ഏത് ട്യൂബാണ് ക്യാരി ചെയ്യുന്നത്? യൂറേറ്റേഴ്സ് ആണ് കേട്ടോ. അടുത്ത് നമുക്ക് ആ ഫിഗറിൽ തന്നെ ഉണ്ട് അല്ലേ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ എക്സ്ക്രീറ്ററി സിസ്റ്റം ഈസ് യൂറിൻ കളക്ടർ? യൂറിൻ എവിടെയാണ് കളക്ട് ചെയ്യുക? യൂറിൻ ബ്ലാഡറിലാണ് കളക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അവിടുത്തെ ഒരു കോൺവെർസേഷൻ നോക്കാം. ഡോക്ടർ, ഐ ഫീൽ പെയിൻ ആൻഡ് ബേണിംഗ് സെൻസേഷൻ വൈൽ യൂറിനേറ്റിംഗ്. ദർ ഈസ് പെയിൻ ഇൻ ലോവർ അബ്ഡോമൻ ആൾസോ. നമുക്ക് മൂത്രം ഒഴിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? നല്ല പെയിൻ വരുന്നുണ്ട് അല്ലേ. പെയിൻ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അടിയിൽ ലോവർ അബ്ഡോമൻ്റെ ഭാഗത്തും നല്ല പെയിൻ ഉണ്ട്. ഡോണ്ട് യു ഡ്രിങ്ക് ഇനഫ് വാട്ടർ ആൻഡ് യൂറിനേറ്റ് റെഗുലർലി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, വെള്ളം കുടിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ യൂറിൻ കറക്റ്റായിട്ട് യൂറിനേറ്റ് ചെയ്യണം, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ് അത് രണ്ടും ചെയ്യുന്നില്ലേ? To avoid frequent urination, I drink very little water while at school and urinate only after reaching home. സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മടിയായിരിക്കും വെള്ളം കുടിക്കാൻ അല്ലേ. അപ്പോൾ അവർ പറയുന്നത് വളരെ കുറച്ച് വെള്ളം കുടിക്കുന്നുള്ളൂ. അതുപോലെ അത്രയും ടൈം നിങ്ങൾ സ്കൂളിൽ ഇപ്പോൾ രാവിലെ ഒരു 9 to 4 നിങ്ങൾ എന്തായാലും സ്കൂളിൽ സ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത്രയും ടൈം അത് പിടിച്ച് വൈകുന്നേരം വീട്ടിൽ വരുമ്പോഴാണ് അവർ പറയുന്നത് യൂറിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഹെൽത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദ കിഡ്നി റിക്വയേഴ്സ് അഡ്വക്കേറ്റ് ഇൻടേക്ക് ഓഫ് വാട്ടർ. കിഡ്നി കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യത്തിന് വെള്ളം കുടിച്ചിരിക്കണം. നമുക്കറിയാലോ എത്ര വെള്ളം വേണമെന്ന്. ഇഫ് യു ഡോണ്ട് യൂറിനേറ്റിംഗ് ഫോർ എ ലോങ് ടൈം, പാത്തോജൻസ് വിൽ ഗെറ്റ് മൾട്ടിപ്ലൈഡ് ഇൻ ദ യുറേത്ര ആൻഡ് ബ്ലാഡർ ലീഡിങ് ടു ഇൻഫെക്ഷൻ. നിങ്ങൾ യൂറിനേറ്റ് ചെയ്യാണ്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പാത്തോജൻസ് വരും നമ്മുടെ ബ്ലാഡറിലും യുറേത്രയിലും ഒക്കെ. അപ്പോൾ അത് ഇൻഫെക്ഷന് കാരണമാക്കും. സോ നിങ്ങൾ പ്രോപ്പർ ടൈമിൽ യൂറിനേറ്റ് ചെയ്തിരിക്കണം. വാട്ട് ആർ the health problems that will occur if you don't drink enough water and urinate at regular intervals? നിങ്ങൾ കറക്റ്റായിട്ട് വെള്ളം കുടിച്ചില്ലെങ്കിലും യൂറിനേറ്റ് ചെയ്തില്ലെങ്കിലും എന്തെല്ലാം പ്രോബ്ലംസ് ആണ് വരിക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ അതിൻ്റെ ആൻസർ എന്താണ്?
Proper functioning of the kidney requires an adequate intake of water. If we do not urinate for a long time, pathogens will multiply in the urethra and bladder, leading to urinary infection. എന്താ പറയുന്നത്, കിഡ്നിയുടെ ഫങ്ഷൻസിന് വേണ്ടി നമുക്ക് ഓൾറെഡി തൊട്ട് മുന്നേ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് അതിൽ നോക്കിയിട്ട് ഞാനിപ്പോൾ കണ്ടോ, പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദ കിഡ്നി റിക്വയേഴ്സ്, ആ ഒരു ബോക്സ് ആണ് ഞാൻ ആൻസർ ആയിട്ട് പറയുന്നത്. സോ നോട്ട് വേണ്ടവർ അതിൽ നോക്കാം കേട്ടോ. പ്രോപ്പർ functioning of the kidney requires adequate intake of water. If you don't urinate for a long time, pathogens will get multiplied in the urethra and bladder, leading to infections. So അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ പറയാം. ആ ഫസ്റ്റ് പോയിന്റ് കേട്ടോ, ഇവിടേക്ക് നോക്കാം. burning sensation and pain in lower abdomen also a symptom of urinary tract infection. Okay, അപ്പോൾ അതും നമുക്ക് പറയാം. അടുത്തത്, what are the health problems that will occur if you don't drink enough water and urinate at regular intervals? അപ്പോൾ നമ്മൾ അതിൻ്റെ ആൻസർ ഓൾറെഡി പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത് പ്രൊട്ടക്റ്റ് മീ എന്നാണ് പറയുന്നത്. പ്ലീസ് ഗീവ് അപ്പ് സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ് ലിക്വർ, പ്ലീസ് റെഡ്യൂസ് എക്സസ് യൂസ് ഓഫ് സാൾട്ട്. അപ്പോൾ കിഡ്നി പറയുന്നതാണ് സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യുക, ഡ്രിങ്കിങ് മീൻസ് ആൽക്കഹോൾസ് അവോയ്ഡ് ചെയ്യുക, പിന്നെ ഓവറായിട്ടുള്ള സോൾട്ട് എടുക്കാണ്ടിരിക്കുക. പ്ലീസ് റെഡ്യൂസ് ദ യൂസ് ഓഫ് അൺനെസസറി മെഡിസിൻ, ആവശ്യമില്ലാത്ത ചില മെഡിസിൻസ് കഴിക്കുന്നതും നമ്മുടെ കിഡ്നിയിൽ ബാധിക്കും. പ്ലീസ് ഡ്രിങ്ക് അറ്റ്ലീസ്റ്റ് 12 ഗ്ലാസസ് ഓഫ് വാട്ടർ ഡെയിലി 12 ഗ്ലാസസ് ഓഫ് വെള്ളം കുടിക്കുക. പ്ലീസ് അവോയ്ഡ് ഓവർ യൂസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക്, നമ്മൾ ഈ കടയിൽ നിന്ന് കോള അങ്ങനത്തെ കാര്യങ്ങൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. പ്ലീസ് എക്സസൈസ് ഡെയിലി നിങ്ങൾ വർക്കൗട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്തത് ചോദിച്ചിട്ടുള്ളത്, വാട്ട് ആർ ദ മെഷേഴ്സ് വി ഷുഡ് ടേക്ക് കെയർ ഓഫ് ടു പ്രൊട്ടക്ട് ദ ഹെൽത്ത് ഓഫ് അവർ കിഡ്നീസ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ കിഡ്നീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ചെയ്യേണ്ടത്? അതിൻ്റെ ആൻസർ വരുന്നത്, അവോയ്ഡ് സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ് ലിക്വർ, റെഡ്യൂസ്. അപ്പം ഞാൻ ഇത് തന്നെയാണ് കേട്ടോ പറയുന്നത്. സോ നോട്ട്, നിങ്ങൾക്ക് സ്പെല്ലിംഗ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കുക. അവോയ്ഡ് സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ് ലിക്വിഡ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റിൽ ഞാൻ അവോയ്ഡ് എന്ന് മാത്രം കൂട്ടിയിട്ടുള്ളൂ. സെക്കൻഡ് ഞാൻ പറയുന്നത് റെഡ്യൂസ് എക്സസ് യൂസ് ഓഫ് സാൾട്ട്. തേർഡ്, റെഡ്യൂസ് ദ യൂസ് ഓഫ് അൺനെസസറി മെഡിസിൻസ്. Fourth, drink at least 12 glasses of water daily. Avoid overuse of artificial drinks. Exercise regularly. So നോട്ടാണ് കേട്ടോ പറഞ്ഞത്. അടുത്ത, what are the means to save someone suffering from kidney failure? കിഡ്നി ഫെയിലിയർ ഉള്ള ആളെ എങ്ങനെയൊക്കെ നമുക്ക് രക്ഷിക്കാൻ പറ്റും? ഒന്ന്, നമ്മൾ ഡയാലിസിസ് ചെയ്യും. സെക്കൻഡ് വൺ, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആണ് കേട്ടോ. സെക്കൻഡ് ആ പോയിന്റ് അവിടെ എഴുതുക, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. ട്രാൻസ്പ്ലാന്റേഷൻ്റെ സ്പെല്ലിംഗ് TRANSPLANTATION. ഓക്കെ, അടുത്തത്, അപ്പം നമുക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്പ്ലാന്റിങ് one kidney from a healthy donor to a person whose both kidneys are impaired. അതായത് 2 കിഡ്നിയും തകരാറായിട്ടുള്ള ഒരാൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ നിന്ന് അവരുടെ ഒരു കിഡ്നി വാങ്ങുന്നത് ഒരു പ്രോസസ്സാണ് നമ്മുടെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ വിൽ ബി പോസിബിൾ ഓൺലി ഇഫ് certain vital factors including the blood group of the donor and the recipient are compatible. Any healthy person above 18 years can donate a kidney. അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാണ് കിഡ്നി ഡൊണേറ്റ് ചെയ്യാൻ പറ്റുക. പിന്നെ അവിടെ ഒരു കണ്ടീഷനും കൂടി ഉണ്ട്, വാങ്ങുന്ന ആളുടെയും കൊടുക്കുന്ന ആളുടെയും ബ്ലഡ് ഗ്രൂപ്പ് മാച്ച് ആയിരിക്കണം. അടുത്തത് അതർ എക്സ്ക്രീറ്ററി ഓർഗൻസ് ആണ് കേട്ടോ. സ്വെറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ അവർ ബോഡി ഡ്യൂറിങ് സമ്മർ ആൻഡ് റെയിനി സീസൺ. നമുക്ക് ചൂട് കാലത്തും മഴക്കാലത്തും ഒക്കെ നമ്മുടെ ശരീരത്തിൽ വിയർപ്പ് ഉണ്ടാവുന്നുണ്ട് അല്ലേ. ഹൗ ഈസ് ഇറ്റ് എലിമിനേറ്റഡ് ഫ്രം ദ ബോഡി? എങ്ങനെയാണ് അത് എലിമിനേറ്റ് ചെയ്യുന്നത് ബോഡിയിൽ നിന്ന്? വാട്ട് മെറ്റീരിയൽസ് ആർ എക്സ്പെൽഡ് ഫ്രം ദ ബോഡി ത്രൂ സ്വെറ്റ്? അങ്ങനെ സ്വെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് പോകുന്നത്? അപ്പോൾ 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത്, സ്വെറ്റ് ഫ്രം സ്വെറ്റ് ഗ്ലാൻസ് ഈസ് എലിമിനേറ്റഡ് ത്രൂ മൈന്യൂട്ട് പോസ് ഇൻ ദ സ്കിൻ. മൈന്യൂട്ട് അറിയാം, മൈന്യൂട്ട് MINUTE, പോർസ് PORES. മെറ്റീരിയൽസ് എക്സ്പെൽഡ് ഫ്രം ദ ബോഡി ത്രൂ സ്വെറ്റ് ആർ
വാട്ടർ ആൻഡ് സോൾട്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ വിയർപ്പ് പോകുന്നത്? സ്വെറ്റ് ഗ്ലാൻസ് ആണ് വിയർപ്പിനെ പുറത്തേക്ക് വിടുന്നത്. നമ്മുടെ ശരീരത്തിൽ ചെറിയ ചെറിയ പോർസ് ഉണ്ട്. ആ പോർസ് വഴി, സ്കിന്നിലുള്ള പോർസ് വഴിയാണ് നമ്മുടെ വിയർപ്പ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ആ പുറത്തേക്ക് വരുന്ന വിയർപ്പിൽ എന്തൊക്കെ ഉണ്ടാവും? നമുക്ക് വാട്ടർ ഉണ്ടാവും, സോൾട്ട് ഉണ്ടാവും കേട്ടോ. അടുത്തത് അനലൈസ് ദ ഗിവൺ നോട്ട് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഫങ്ഷൻസ് ഓഫ് സ്കിൻ, റൈറ്റ് ദം ഇൻ യുവർ സയൻസ് ഡയറി. സ്വെറ്റ്, അപ്പോൾ നമുക്ക് സ്വെറ്റ് ഫങ്ഷൻസ് ഓഫ് സ്കിൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഫസ്റ്റ് വേണം നമുക്ക് സ്വെറ്റ് എന്താണെന്ന് നോക്കാം. സ്വെറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ സ്വെറ്റ് ഗ്ലാൻസ് ഇൻ ദ സ്കിൻ. സ്വെറ്റ് ആരാണ് ഉണ്ടാക്കുന്നത്? സ്കിന്നിലുള്ള സ്വെറ്റ് ഗ്ലാൻസ് ആണ് ഉണ്ടാക്കുന്നത്. എക്സസ് വാട്ടർ ആൻഡ് സോൾട്ട് ഇൻ ദ ബോഡി ആർ എലിമിനേറ്റഡ് ത്രൂ സ്വെറ്റ്. അപ്പോൾ നേരത്തെ ചോദിച്ച ക്വസ്റ്റിന് ആൻസർ ആണ് കേട്ടോ. സ്വെറ്റിലൂടെ പുറത്തേക്ക് വരുന്നത് സോൾട്ടും അതേപോലെ വാട്ടറുമാണ്. ദ ഹീറ്റ് ടു ഇവാപ്രേറ്റ് സ്വെറ്റ് ഈസ് ടേക്കൺ ഫ്രം അവർ ബോഡി. സ്വെറ്റിന് ഇവാപ്രേറ്റ് ചെയ്യാനുള്ള ഹീറ്റ് നമ്മുടെ ബോഡിയിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. സ്വെറ്റിംഗ് ദസ് ഹെൽപ്പ് in our temperature regulation, protecting the body by covering it, and sensing touches are also the function of skin. അപ്പോൾ എന്താണ് പറയുന്നത്? Sweating thus help in our temperature regulation, protecting the body by covering it, and sensing touch are also the functions of skin. അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ഫങ്ഷൻസ് അവിടെ ചോദിച്ചിരുന്നു. അപ്പോൾ അതാണ് അവിടെ ആൻസർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. സ്വെറ്റ് കംസ് ഔട്ട് ഫ്രം ദ സ്വെറ്റ് ഗ്ലാൻസ് ത്രൂ ദ മൈന്യൂട്ട് പോസ് ഇൻ ദ സ്കിൻ. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെ, സ്വെറ്റ് എന്തിൽ കൂടെയാണ് വരുന്നത്? സ്കിന്നിലത്തെ മൈന്യൂട്ട് പോർസ്. അപ്പോൾ നമ്മൾ അവിടെ ചോദിച്ച ക്വസ്റ്റിൻ്റെ ആൻസറൊക്കെ അവിടെ തന്നെ ഉണ്ട്, ഇനി നോട്ടില്ല എന്ന് പറയരുത്. ഇഫ് ദ സ്വെറ്റ് അക്യുമുലേറ്റ്സ് ഇൻ ദ സ്കിൻ ഇറ്റ് will cause diseases. ഇപ്പോൾ സ്വെറ്റ് നമ്മുടെ സ്കിന്നിൽ തന്നെ പറ്റി പിടിച്ചിങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പല അസുഖങ്ങളും കാരണമാവും. therefore skin must be thoroughly cleansed while bathing. നമ്മൾ എവിടെയെങ്കിലും അപ്പോൾ നല്ല രീതിയിൽ കളിച്ചിട്ട് വരികയാണെന്നുണ്ടെങ്കിലും നമ്മളെ ശരീരത്തിൽ വിയർപ്പുണ്ടെങ്കിൽ നമ്മളത് നീറ്റ് ആൻഡ് ക്ലിയർ ആണെങ്കിൽ കുളിച്ച് വൃത്തിയാക്കി വെക്കണം. അതൊരിക്കലും ആ ഓയിൽ കണ്ടൻസ് ഒന്നും നമ്മളെ ഫേസിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ അത് വെക്കാൻ പാടില്ല. haven't you understood the importance of personal hygiene in health care? apart from kidney and skin, lungs and liver also play a role in the excretion പ്രോസസ്. അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്ക്രീറ്ററി ഓർഗൻ കിഡ്നി ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് വൺ വന്നിട്ട് പറഞ്ഞത് നമ്മൾ സ്കിന്നാണ്. അപ്പോൾ സ്കിന്നിൻ്റെ ഫങ്ഷൻസ് മനസ്സിലായില്ലേ? ഇനി നമ്മൾ ലിവറിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ ലങ്സിനെ പറ്റിയിട്ടുമാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ആ നോട്ടൊന്ന് വായിച്ചു നോക്കാം. ലങ്സ് എലിമിനേറ്റ് ദ കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സെൽസ്. നമ്മുടെ സെൽസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബൺ ഡയോക്സൈഡിനെ എലിമിനേറ്റ് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് ആർക്കുള്ളത്? നമ്മുടെ ലങ്സിന് ഉള്ളത്. അപ്പോൾ ലിവർ ഈസ് ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി. ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഹ്യൂമൻ ബോഡിയിലെ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഏതാണ്? ലിവർ ആണ്. ഇറ്റ് ഡിസ്ട്രോയ്സ് ദ ഹാംഫുൾ കെമിക്കൽ സബ്സ്റ്റൻസസ് റീച്ചിങ് ത്രൂ ദ ബോഡി. ഞാനിപ്പോൾ വൺ വേർഡ് പറയണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ്സിൽ പലരും USS വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. സോ നമുക്കറിയാം 7th സ്റ്റാൻഡേർഡിൻ്റെ ഫുൾ സിലബസ് നമുക്ക് USS കവർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. സോ ഇതുപോലത്തെ വൺ വേർഡ്സ് എല്ലാം പഠിച്ചിട്ട് പോകണം. നമുക്ക് വൺ വേർഡ് ആയിട്ടും വരാം, അതുപോലെ തന്നെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനുള്ള ക്വസ്റ്റ്യൻസും വരാം. അപ്പോൾ നമ്മളുടെ ക്ലാസ്സിൽ തന്നെ USS ക്ലാസ്സസ് ഇടുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് USS എക്സാം ലാസ്റ്റാണ് വരുന്നതെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. കാരണം നമുക്ക് ആ ഫുൾ ഇത്രയും പോർഷൻ പാർട്ട് 1 പാർട്ട് 2 പേപ്പറിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ വീഡിയോ അയച്ചിട്ടിട്ടുണ്ട്. സോ ഇത്രയും ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പഠിച്ചെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് സമയത്ത് വെച്ചാൽ നടക്കില്ല. നിങ്ങൾ ഓരോ ഹോളിഡേയ്സിലും നിങ്ങൾക്ക് ഡെയിലി പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങൾ ഓരോ ഹോളിഡേയ്സ് വീക്കെൻഡ്സിലും നിങ്ങൾ USS വേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഓരോ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ ചാനലിൽ ക്ലാസ് ഇടുന്നുണ്ട്. നമ്മുടെ ചാനലിൽ കയറിയിട്ട് USS 2026 എന്നുള്ള പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ USS ബേസ് ചെയ്തിട്ട് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും കേട്ടോ. സോ മിനിമം നിങ്ങൾ വീക്കെൻഡ്സെങ്കിലും മാക്സിമം ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ലിവർ കേട്ടോ. അപ്പോൾ ലിവറിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ലിവറാണ് നമ്മുടെ ലാർജസ്റ്റ് ഗ്ലാൻഡ്, ഹ്യൂമൻ ബോഡിയിലുള്ള ലാർജസ്റ്റ് ഗ്ലാൻഡ്. ഇറ്റ് ഡിസ്ട്രോയ്സ് ദ ഹാംഫുൾ കെമിക്കൽ സബ്സ്റ്റൻസ് റീച്ചിങ് ത്രൂ ദ ബ്ലഡ്. അപ്പോൾ നമ്മുടെ ഏതെങ്കിലും ബ്ലഡിലേക്ക് വരുന്ന കെമിക്കൽ സബ്സ്റ്റൻസിനൊക്കെ എന്ത് ചെയ്യും? ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽ സബ്സ്റ്റൻസിനൊക്കെ ഡിസ്ട്രോയ് ചെയ്യുന്നത് ആരാണ്? ലിവറാണ്. ബൈൽ ദാറ്റ് ഈസ് എസെൻഷ്യൽ ടു ഡൈജസ്റ്റ് ഫാറ്റ് ഈസ് ആൾസോ
also synthesized in the liver. When nutrients break down, ammonia which is harmful to the body is produced. അപ്പോൾ ബൈൽ എന്ന് പറയുന്നത് എന്താണ്? ഫാറ്റിനൊക്കെ ഡൈജസ്റ്റ് ചെയ്യാൻ ഹെൽപ്ഫുൾ ചെയ്യുന്ന ഒന്നാണ് ലിവറിലുള്ള. അപ്പോൾ ന്യൂട്രിയൻസ് അമോണിയയിൽ എത്തിക്കഴിഞ്ഞാൽ when nutrients break down ammonia which is harmful to the body is produced, liver converts this into urea which is comparatively less toxic. അപ്പോൾ ലിവറാണ് അത് യൂറിയ ആക്കിയിട്ട് മാറ്റുന്നത്. അത് ഭയങ്കര ടോക്സിക് കുറവായിരിക്കും എന്നാണ് പറയുന്നത്. സോ അതിന് ഇത്രയും ബേസ് ചെയ്തിട്ട് അടിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. Which organ eliminates carbon dioxide produced in the cell? Lungs. Already ഞാൻ പറഞ്ഞതാണല്ലേ. Name the largest gland in the human body? Liver. Which chemical substance is produced by the liver? അപ്പോൾ ബൈൽ, നേരത്തെ നമ്മൾ പറഞ്ഞു ബൈലാണ് നമ്മുടെ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് നമ്മുടെ ബൈൽ. ആൻസർ വരുന്നത് ബൈലാണ് കേട്ടോ. വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് ദി ലിവർ? ലിവറിന്റെ ഫങ്ഷൻസ് എന്താ? ഒന്ന് നമ്മൾ ഈ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്നത് നമ്മൾ പറഞ്ഞിട്ട്, സോറി അത് ലങ്സ് ആണ് കേട്ടോ. ലിവറിന്റെ കേസാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. വാട്ട് are the functions of the liver? Bile synthesized by the liver help in the digestion of fat. The liver converts the toxic ammonia into less toxic urea. അപ്പോൾ ലിവറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈൽ എന്ത് ചെയ്യും? ഈ ഫാറ്റിനെയൊക്കെ ഡൈജസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ നമ്മുടെ ടോക്സിക് ആയിട്ടുള്ള അമോണിയനെ ലെസ് ടോക്സിക് ആയിട്ടുള്ള യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്യാനും നമ്മുടെ ലിവർ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. Plants are also living things. Excretion take place in them too. We will study about different methods of plant excretion in higher classes. Nervous system പറ്റിയിട്ടാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. There are different organs in our body. Does only one organ function when we work? Imagine that a pen fell down from your hand. Which are the organs that function when we pick it up? ഒരു പേന നമ്മുടെ കയ്യിൽ നിന്ന് താഴേക്ക് വീണു. ഏതൊക്കെ ഓർഗൻസ് ആണ് അവിടെ പെർഫോം ചെയ്യണം? നമ്മൾ കൈ കൊണ്ടാണ് എടുക്കുന്നത് നമുക്കറിയാം, പക്ഷെ കൈ മാത്രമാണോ അവിടെ വരിക? അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് the key parts of the nervous system involved here are the brain, spinal cord and the hand and finger muscle that are responded to the impulse by contracting to allow and grabbing and lifting of the object. അപ്പോൾ ഓർഗൻസ് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുള്ളത്. സോ ബ്രെയിൻ പറയാം, സ്പൈനൽ കോഡ് പറയാം, ഹാൻഡ് പറയാം, ഫിംഗർ മസിൽ പറയാം. പക്ഷെ നമ്മൾ ഇത്രയും ചിന്തിക്കുമോ? നമ്മൾ കൈ കൊണ്ടെടുത്തു എന്ന് മാത്രമേ പറയുള്ളൂ. പക്ഷേ നമ്മുടെ പേന താഴേക്ക് വീണെന്നും അത് താഴേക്ക് വീണെങ്കിൽ അടിയിൽ കുനിഞ്ഞെടുക്കണം എന്നൊക്കെ ചിന്തിപ്പിക്കണം. നമ്മളെ ബ്രെയിൻ, സ്പൈനൽ കോഡ് അവിടെ മെസ്സേജ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫിംഗർ മസിലിൻ്റെ ഹെൽപ്പോട് കൂട്ടിയാണ് നമ്മളത് പിക്കപ്പ് ചെയ്തെടുക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഓൾ ബോഡി ആക്ടിവിറ്റീസ് ആർ പോസിബിൾ ഓൺലി ത്രൂ ദ കോർഡിനേഷൻ ഓഫ് വേരിയസ് ഓർഗൻസ് ഇൻ ദ ബോഡി. ഹൗ ഈസ് ദ കോർഡിനേഷൻ ഓഫ് വേരിയസ് ആക്ടിവിറ്റീസ് പോസിബിൾ ഇൻ യുവർ ബോഡി? നിങ്ങളുടെ ശരീരത്തിൽ എങ്ങനെയാണ് വേരിയസ് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നത്? ഡോണ്ട് യു ക്ലോസ് യുവർ ഐസ് ഇൻസ്റ്റിങ്ക്റ്റീവ്ലി? If an insect flies towards your eye, how about lighting a torch in our eyes? How will we respond to such a situation? Read the given note below, answer the questions. അപ്പോൾ നമുക്ക് നെർവസ് സിസ്റ്റത്തിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മളവിടെ ചോദിച്ചിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ഈ കണ്ണടയ്ക്കുമ്പോൾ ഇൻസെക്ട്സ് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു? അപ്പോൾ വെൻ ആൻ ഇൻസെക്ട്സ് ഫ്ലൈ ടുവാർഡ്സ് അവർ ഐ ഓർ ലൈറ്റ്സ് എ ടോർച്ച് ഇൻ ടു അവർ ഐസ്, വി സഡൻലി ബ്ലിങ്ക് അവർ ഐസ് ഓർ റെസിസ്റ്റ് ദാറ്റ് കണ്ടീഷൻ വിത്ത് അവർ ഹാൻഡ്സ്. ദർ ഈസ് എ കൈൻഡ് ഓഫ് റിഫ്ലെക്സ് ആക്ഷൻ ദാറ്റ് ഹാപ്പൻസ് ബൈ ദ കോർഡിനേറ്റഡ് ആക്ടിവിറ്റി ഓഫ് അവർ നെർവസ് സിസ്റ്റം. കണ്ണടച്ചിരിക്കുമ്പോൾ നമ്മുടെ കണ്ണിലേക്ക് ലൈറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മളെ കൈ കൊണ്ട് കണ്ണടയ്ക്കാനോ നോക്കുക അല്ലേ? കൈ കൊണ്ട് കണ്ണിൻ്റെ അവിടെ പൊത്തിപ്പിടിക്കാൻ നോക്കും. സോ അതൊരു റിഫ്ലെക്സ് ആക്ഷനാണ് നമ്മുടെ നെർവസ് സിസ്റ്റം കൊടുക്കുന്നത്. ഓക്കെ. സോ ഇനി നെർവസ് സിസ്റ്റത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. നെർവസ് സിസ്റ്റം ഹെൽപ്സ് അസ് ടു റെസ്പോണ്ട് അക്കോർഡിംഗ് ടു ദ സർക്കംസ്റ്റാൻസസ്. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് നെർവ്സ്. അപ്പോൾ നെർവസ് സിസ്റ്റത്തിൽ എന്തൊക്കെയാണുള്ളത്? ബ്രെയിൻ ഉണ്ട്, സ്പൈനൽ കോഡ് ഉണ്ട്, നെർവ്സ് ഉണ്ട്. ബ്രെയിൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓർഗൻ ഇൻ ദ ബോഡി. ബോഡിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനാണ് ബ്രെയിൻ. ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ സ്കൾ. സ്കള്ളിൻ്റെ അകത്താണ് ബ്രെയിൻ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ളത്. സം ഓഫ് ദ മേജർ ഫങ്ഷൻസ് ഓഫ് ദ ബ്രെയിൻ ആർ
to control movements of various muscles of the body, coordinate all activities of the body and give instruction to the cell. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബ്രെയിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? നമ്മുടെ ബോഡിയിലെ മസിൽസിൻ്റെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്നത്, പിന്നെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും ഒരേപോലെ കോർഡിനേറ്റ് ചെയ്യുന്നത്, നമ്മുടെ സെൽസിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. ദ ബ്രെയിൻ ഈസ് ദ സെൻറ്റർ ഓഫ് വിഷൻ, ഹിയറിംഗ്, മെമ്മറി, ഇൻ്റലിജൻസ്, ഇമാജിനേഷൻ ആൻഡ് ഇമോഷൻസ്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളുടെയും എന്താണ് സെൻറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ ആണ്. ഈവൻ ദ മോസ്റ്റ് മോഡേൺ കമ്പ്യൂട്ടേഴ്സ് ആർ ലെസ് എഫിഷ്യൻറ്റ് ദാൻ എ ഹ്യൂമൻ ബ്രെയിൻ. എ കമ്പ്യൂട്ടർ ഹാസ് ദ എബിലിറ്റി ടു വർക്ക് ഓൺലി അക്കോർഡിംഗ് ടു ദ പ്രോഗ്രാംഡ് സോഫ്റ്റ്വെയർ. അപ്പോൾ നമ്മളൊരു കമ്പ്യൂട്ടറിൻ്റെ എക്സാമ്പിളാണ് പറയുന്നത്. കമ്പ്യൂട്ടറിന് ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് എല്ലാ വർക്കും ചെയ്യാൻ പറ്റുക. പക്ഷെ നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ അങ്ങനെയാണോ? ഓൺ ദി അതർ ഹാൻഡ് ദ ബ്രെയിൻ ക്യാൻ റിയാക്ട് ഇറ്റ് ടു സറൗണ്ടിങ്സ്, ലേൺ ആൻഡ് ഇമേജിങ് ന്യൂ തിങ്സ്. ബ്രെയിൻ ഈസ് ആക്റ്റീവ് only when you are awake but also when you are asleep. All the body functions are controlled and coordinated by the nervous system. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ഫങ്ഷൻസും കൺട്രോൾ ചെയ്യണതും കോർഡിനേറ്റ് ചെയ്യുന്നതും നമ്മുടെ നെർവസ് സിസ്റ്റമാണ്. ദ യൂസ് ഓഫ് ആൽക്കഹോൾസ് ആൻഡ് ഡ്രഗ്സ് അഡ്വേഴ്സ്ലി എഫക്ട് ദ ഫങ്ഷൻ ഓഫ് ദി നെർവസ് സിസ്റ്റം. നമ്മൾ ഈ ആൽക്കഹോളും സ്മോക്കിങ്ങും ഡ്രഗ്സും ഒക്കെ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് അത് കേടുപാട് വരുത്തും. വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ദ ബ്രെയിൻ? ഞാൻ ഓൾറെഡി ഈ ബോക്സിൽ ആൻസർ ഉണ്ട്, ഞാൻ പറഞ്ഞതാണ്. സോ ഒന്നും കൂടി പറഞ്ഞുതരാം. ടു കൺട്രോൾ മൂവ്മെൻറ്റ്സ് ഓഫ് വേരിയസ് മസിൽസ് ഓഫ് ദ ബോഡി. എല്ലാ സ്പെല്ലിങ്ങും അവിടെ ഉണ്ട് കേട്ടോ. കോർഡിനേറ്റ് ഓൾ ആക്ടിവിറ്റീസ് ഓഫ് ദി ബോഡി ആൻഡ് ഗീവ് instruction to the cells. The brain is the center of vision, hearing, memory, intelligence, imagination and emotion. വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഓൾറെഡി അതെടുത്തപ്പോൾ ഫംഗ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സെക്കൻഡ്, നെയിം ദ ബോഡി കവറിംഗ് ദാറ്റ് പ്രൊട്ടക്ട്സ് ദ ബ്രെയിൻ. ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്യണത് എന്താണ്? സ്കള്ളാണ് അല്ലേ, ബോൺ ആണ് കേട്ടോ അവിടെ വരിക. വാട്ട് ആർ ദ മെയിൻ പാർട്സ് ഓഫ് ദ നെർവസ് സിസ്റ്റം? നെർവസ് സിസ്റ്റത്തിൻ്റെ മെയിൻ പാർട്സ് എന്തൊക്കെയാണ്? നെർവസ് സിസ്റ്റം ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്, ക്ലാസ് എടുത്തപ്പോൾ ആ ബോക്സിലുണ്ട് കേട്ടോ. ബ്രെയിനും സ്പൈനൽ കോഡും നെർവ്സും, ഇതാണ് മെയിൻ ഫങ്ഷൻസ്. അടുത്ത് അഡോളസൻസ് ആൻഡ് ഹെൽത്ത് എന്നുള്ള ഭാഗമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. യു ആർ ഗ്രോയിങ് ഡേ ബൈ ഡേ ആൻഡ് ആർ നൗ പാസിംഗ് ത്രൂ അഡോളസൻസ്. അഡോളസൻസ് പീരീഡ് ഈസ് ഫ്രം ഏജ് 10 to 19 ഇയേഴ്സ്. അപ്പോൾ 10 മുതൽ 19 വയസ്സുള്ളതാണ് നിങ്ങളുടെ അഡോളസൻസ് പീരീഡ് എന്ന് പറയുന്നത്. ബയോളജിക്കലി ഇറ്റ് ഈസ് എ പീരീഡ് വിത്ത് മെനി പെക്യുലാരിറ്റീസ്. പല പെക്യുലാരിറ്റീസും അവിടെ വരുന്നുണ്ട്. ആസ് എ നാച്ചുറൽ ബയോളജിക്കൽ പ്രോസസ് മെനി ഫിസിക്കൽ ചേഞ്ചസ് ഒക്കെ ഡ്യൂറിങ് ദിസ് പീരീഡ്. ഈ ഒരു സമയത്ത് പല ഫിസിക്കൽ ചേഞ്ചസും നിങ്ങളുടെ ബോഡിയിൽ നടത്തുന്നുണ്ട്. ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, സഡൻ ഇൻക്രീസ് ഇൻ ഹൈറ്റ് ആൻഡ് വെയ്റ്റ്, ഇൻക്രീസ്ഡ് എഫിഷ്യൻസി ഓഫ് ഗ്ലാൻഡ് എറ്റ്സെട്ര ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് പീരീഡ്. ഈ പീരീഡിൽ നിങ്ങളുടെ ഹൈറ്റ് കൂടും, വെയ്റ്റ് കൂടും, നിങ്ങളുടെ ബ്രെയിന് ഡെവലപ്പ് ആവും. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഈ പീരീഡിൽ നടക്കുന്നതാണ്. വാട്ട് ആർ ദ ഫിസിക്കൽ ചേഞ്ചസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഡ്യൂറിങ് ദിസ് പീരീഡ്? ഈ പീരീഡിൽ ഉണ്ടാവുന്ന ഫിസിക്കൽ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഫിസിക്കൽ ചേഞ്ചസ് ഡ്യൂറിങ് അഡോളസൻസ്, ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. റാപ്പിഡ് ഗ്രോത്ത്, രണ്ടുപേർക്കും റാപ്പിഡ് ഗ്രോത്ത് വരും. ഫാസ്റ്റ് ഗ്രോത്ത് ഓഫ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, നിങ്ങളുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഒക്കെ വളരാൻ തുടങ്ങും. അടുത്തത് ഫസ്റ്റ് ഗ്രോത്ത് ഓഫ് ബ്രസ്റ്റ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, ഗേൾസിനാണെങ്കിൽ ബ്രസ്റ്റ് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഒക്കെ വളരാൻ തുടങ്ങും. അടുത്തത് ഹെയർ ഡെവലപ്പ് അറൗണ്ട് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, അണ്ടർ ആംസ്, ചെസ്റ്റ് ആൻഡ് ഫേസ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഹെയർ ഡെവലപ്പ് ആവാൻ തുടങ്ങും. സിമിലർലി ഗേൾസിന് ഹെയർ ഡെവലപ്ഡ് അറൗണ്ട് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആൻഡ് അണ്ടർ ആംസ്. താടി മുടി ഒന്നായാലും വരില്ല കേട്ടോ. അപ്പോൾ ഈ ലേഡീസിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ബോയ്സിന് എക്സ്ട്രാ നമുക്ക് ബേർഡ് കാര്യങ്ങൾ, മീശ അങ്ങനത്തെ ഒക്കെ നമുക്ക് അതിൽ പറയാം. അതാണ് ഫേസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് വോയിസ് ഗെറ്റ്സ് ഡീപ്പർ. അവരുടെ സൗണ്ട് ഒന്നും കൂടിയും എന്താവും, കുറച്ചും കൂടിയും ഇപ്പോൾ കമ്പാരിറ്റീവ്ലി നിങ്ങൾ ചെറിയ കുട്ടികളുടെ സൗണ്ടിൽ നിന്ന് മാറിയിട്ട് ഒരു ഗംഭീരമുള്ള സൗണ്ട് ആവും. ലേഡീസിൻ്റെ സൗണ്ട് കുറച്ച് സ്വീറ്റ് ആയിട്ട് മാറും. പിന്നെ സ്റ്റാർട്ട് സ്പെർമറ്റോജെനിസിസ്, ഇവിടെ സ്റ്റാർട്ട് ഓവുലേഷൻ ആൻഡ് മെൻസ്ട്രൽ സൈക്കിൾ. പെൺകുട്ടികൾക്കാണെങ്കിൽ ആണെങ്കിൽ മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യും. അടുത്തത് ഹാവിൻ യു സ്റ്റാർട്ട് എക്സ്പീരിയൻസിങ് സച്ച് എ ഫിസിക്കൽ ചേഞ്ച് ഓഫ് അഡോളസൻസ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. മെൻസ്ട്രേഷൻ, അപ്പോൾ എന്താണ്
എന്താണ് മെൻസ്ട്രുവേഷൻ എന്നാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. മെനി കൈൻഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഫോർ റീപ്രൊഡക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ യൂട്രസ് ഓഫ് എ വുമൺ എവറി മന്ത്. അപ്പോൾ ഒരു വുമണിൻ്റെ യൂട്രസിൽ എല്ലാ മാസവും പല ചേഞ്ചസും നടക്കാറുണ്ട്. ന്യൂമറസ് ബ്ലഡ് വെസൽസ് ആൻഡ് ടിഷ്യൂസ് ഡെവലപ്പ് ഇൻ ദ ഇന്നർ ലെയർ ഓഫ് യൂട്രസ്. അപ്പോൾ യൂട്രസിൻ്റെ ഇന്നർ ലെയറിൽ ചെറിയ ബ്ലഡ് വെസൽസും ടിഷ്യൂസും ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഇഫ് പ്രഗ്നൻസി ഡസ് നോട്ട് ഹാപ്പൻ, ദീസ് പ്രിപ്പറേഷൻ ബിക്കം ഫ്യൂറ്റൈൽ. ദെൻ ദ ന്യൂലി ഫോംഡ് ബ്ലഡ് വെസൽസ് ആൻഡ് ടിഷ്യൂസ് കൊളാപ്സ്. അപ്പോൾ പ്രഗ്നൻസി നടന്നില്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് അവിടെ ഫ്യൂട്ടൈലായി പോകും. ദെൻ ദ ന്യൂലി ഫോംഡ് ബ്ലഡ് വെസൽസ് ആൻഡ് ടിഷ്യൂ കൊളാപ്സ് ചെയ്യും. പുതിയതായിട്ട് ഫോം ചെയ്തിട്ടുള്ള ബ്ലഡ് വെസലും ടിഷ്യൂസും തമ്മിൽ. ബ്ലഡ് വെസൽസ് ആൻഡ് ടിഷ്യൂസ് ഷെഡഡ് ഓഫ് ഫ്രം ദ യൂട്രൈൻ വാൾസ് ഗെറ്റ് എക്സ്പെൽഡ് ഫ്രം ദ ബോഡി അലോങ് വിത്ത് ബ്ലഡ്. അപ്പോൾ അതിങ്ങനെ ഷെഡഡ് ചെയ്തിട്ട് അവിടുന്ന് വരുന്ന ബ്ലഡ് വരും. ആ ഒരു ബ്ലഡ് വരുന്ന പ്രോസസ്സാണ് നമ്മുടെ മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്നത്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് മെൻസ്ട്രുവേഷൻ. കൂടുതലായിട്ടും നമ്മൾ ഈ ഒരു ഏജ്, നമ്മളിപ്പോൾ അഡോളസൻസ് ഏജിലാണ് ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യാത്തില്ല. ദ മെൻസ്ട്രുവൽ ബ്ലീഡിംഗ് മേ ലാസ്റ്റ് ഫോർ 7 days. ഏകദേശം ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് 7 days ആണ് മെൻസ്ട്രുവൽ ബ്ലീഡിങ് ഉണ്ടാവുക. സം പീപ്പിൾ മേ എക്സ്പീരിയൻസ് സം അബ്ഡോമിനൽ പെയിൻ, വോമിറ്റിംഗ്, ബാക്ക് പെയിൻ, ലെഗ് ക്രാംസ് ബിഫോർ ആൻഡ് ഡ്യൂറിങ് മെൻസ്ട്രുവേഷൻ. അപ്പോൾ ഈ മെൻസ്ട്രുവേഷൻ്റെ കുറച്ച് ദിവസം മുന്നേ ആയിട്ടോ മെൻസ്ട്രുവേഷൻ്റെ സമയത്തോ ഈ വക ബുദ്ധിമുട്ടുകൾ, വയറുവേദന, ഛർദി, അതുപോലെ കാലുവേദന, ഇങ്ങനത്തതൊക്കെ നമുക്ക് അനുഭവപ്പെടുമെന്നാണ് പറയുന്നത്. സം പീപ്പിൾ മേ ആൾസോ ഡെവലപ്പ് എക്സസീവ് ആങ്കർ ആൻഡ് ആൻസൈറ്റി ഡ്യൂറിങ് ദിസ് പീരീഡ്. അപ്പോൾ ഈ പീരീഡിൽ നമുക്ക് കുറച്ച് മൂഡ് സ്വിങ്സ് ഒക്കെ വരും. ചിലർക്ക് ദേഷ്യമായിരിക്കാം, ചിലർക്ക് വിഷമമായിരിക്കാം, ചിലർക്ക് ആൻസൈറ്റി ആയിരിക്കാം. അപ്പോൾ ഗേൾസിനുള്ള കാര്യമാണല്ലോ ഇത് നമ്മൾ പറയുന്നത്. അപ്പോൾ മെൻസ്ട്രുവൽ സൈക്കിൾ ഈസ് എ നോർമൽ ഫിസിയോളജിക്കൽ പ്രോസസ് ദാറ്റ് ഒക്കേഴ്സ് ഇൻ എവറി 28 days. അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലേഡീസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ 28 days കൂടുമ്പോഴാണ് മെൻസ്ട്രുവൽ സൈക്കിൾ ഡെവലപ്പ് ചെയ്യുന്നത്. ദർ മേ ബി സ്ലൈറ്റ് വേരിയേഷൻ ഇൻ ദിസ്. ചിലർക്ക് അത് കറക്റ്റായിട്ട് 28 days ആവണമെന്നില്ല, വേരിയേഷൻസും വരാം. കൺസൾട്ട് എ ഡോക്ടർ ഇഫ് യുവർ മെൻസ്ട്രുവൽ സൈക്കിൾ ഈസ് ഇറഗുലർ. അപ്പോൾ ഇറഗുലർ ആവുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമല്ല. സോ ഇറഗുലർ ആവുകയാണെങ്കിൽ നിങ്ങൾ ഒബ്വിയസ്ലി എന്തെങ്കിലും ഒരു ഡോക്ടറെ കാണണം. മെൻസ്ട്രുവൽ ഹൈജീനെ പറ്റിയാണ് അടുത്ത് പഠിക്കുന്നത്. വാട്ട് മെത്തേഡ്സ് ഡു ഗേൾസ് അഡോപ്റ്റ് ടു മാനേജ് മെൻസ്ട്രുവൽ ബ്ലഡ്. അപ്പോൾ മെൻസ്ട്രുവൽ ബ്ലഡ് വരുന്ന സമയത്ത് നിങ്ങൾ അത് മാനേജ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്തെല്ലാം മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ അതിൻ്റെ ആൻസറായിട്ട് നമുക്ക് പറയാം, സാനിറ്ററി പേഡ്സ് യൂസ് ചെയ്യാം, മെൻസ്ട്രുവൽ കപ്സ്, മെൻസ്ട്രുവൽ ഡിസ്ക്സ്, പീരീഡ് അണ്ടർവെയർ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യാം. യൂഷ്വലി പാഡ്സ് ആണ് കുട്ടികൾ യൂസ് ചെയ്യാറുള്ളത്. So discuss the advantages and disadvantages of using sanitary napkins during menstrual period. അപ്പോൾ ഈ മെൻസ്ട്രുവൽ പീരീഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാനിറ്ററി പേഡ്സ് ഓർ നാപ്കിൻസ് അതിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ ഒരു ഡിസഡ്വാൻറ്റേജസ് അവിടെ കൊടുത്തിട്ടുണ്ട്, ഡിഫിക്കൽട്ടി ഇൻ ഡിസ്പോസിങ്. അപ്പോൾ ഞാൻ അഡ്വാൻറ്റേജസിൻ്റെ കോളത്തിൽ വരുന്ന 3 points പറഞ്ഞുതരാം. ഫസ്റ്റ് പോയിന്റ്, സാനിറ്ററി പാഡ്സ് അബ്സോർബ് ആൻഡ് റീറ്റെയിൻ മെൻസ്ട്രുവൽ ഫ്ലൂയിഡ്. നമുക്ക് വരുന്ന മെൻസ്ട്രുവൽ ഫ്ലൂയിഡിനെ അബ്സോർബ് ചെയ്ത് അത് റീറ്റെയിൻ ചെയ്ത് അവിടെ വയ്ക്കും. അടുത്തത് അവൈലബിൾ ഇൻ ഡിഫറെൻറ്റ് സൈസസ്. പല സൈസസിലും ഇന്ന് മാർക്കറ്റിൽ അത് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്താണോ നമ്മുടെ ഫ്ലോ അനുസരിച്ച് നമുക്കത് പർച്ചേസ് ചെയ്യാം. തേർഡ് പോയിന്റ്, സാനിറ്ററി പേഡ്സ് ആർ ഡിസൈൻ ടു ബി ലീക്ക് പ്രൂഫ്. അതായത് പുറത്തേക്ക് പോവാത്ത രീതിയിൽ, ലീക്കേജ് വരാത്ത രീതിയിലാണ് ഇന്ന് പല സാനിറ്ററി പേഡ്സും എന്ത് ചെയ്തിട്ടുള്ളത്, ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഒരു പോയിന്റ് ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത്, വെയറിങ് എ പാഡ് ഫോർ ടു ലോങ് ക്യാൻ കോസ് മ്യൂട്ടേഷൻ, റെഡ്നെസ് ആൻഡ് റാഷസ്. നമ്മളിപ്പോൾ ഒരു പാഡ് തന്നെ നമ്മൾ കുറേ ടൈം യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഏരിയയിൽ എന്ത് വരും, റെഡ്നെസ്സോ റാഷസോ മ്യൂട്ടേഷൻസോ ഒക്കെ വരും. സോ നമ്മൾ കമ്പൽസറി നീറ്റ്നെസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മളത് ചേഞ്ച് ചെയ്തിരിക്കണം. അടുത്തത്, സാനിറ്ററി പാഡ്സ് ക്യാൻ ബി എക്സ്പെൻസീവ് ഓവർ ടൈം. പക്ഷെ നമ്മളൊക്കെ ഒരു മന്ത്ലി നല്ലൊരു എമൗണ്ട് അതിന് വേണ്ടി പോകുന്നുണ്ടല്ലോ. സോ സാധാരണക്കാർക്ക് അതൊരു ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് പോകുന്നൊരു സിറ്റുവേഷനിലേക്ക് പോകുന്നുണ്ട്. സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെൻസ്ട്രുവൽ കപ്പിനെ പറ്റിയിട്ടാണ് കേട്ടോ. Don't you know that menstrual cups are now available which are more convenient to use during menstruation? അപ്പോൾ മെൻസ്ട്രുവേഷന് സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വേറെ ഒന്നാണ് മെൻസ്ട്രുവൽ കപ്പ് എന്ന് പറയുന്നത്. ഡിസ്കസ് വിത്ത് ഹെൽത്ത് വർക്കേഴ്സ് ആൻഡ് ലേൺ മോർ അബൌട്ട് ദ യൂസ് ഓഫ് മെൻസ്ട്രുവൽ കപ്പ് ആൻഡ് അഡോളസൻസ് ഹൈജീൻ. അപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് വർക്കേഴ്സിനായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അതിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കാനാണ് പറയുന്നത്. അപ്പോൾ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് യൂസിങ് മെൻസ്ട്രുവൽ കപ്പ് യൂസ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? സോ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താ?
A menstrual cup is often cheaper than using pads long term because it is reusable. So ഇങ്ങനെ പറഞ്ഞാൽ മതി. A menstrual cup is cheaper as compared to use menstrual sanitary pads. ഒന്നുകൂടി പറയാം. A menstrual cup is cheaper than a sanitary pads because നമ്മൾ സാനിറ്ററി പേഡ്സ് മന്ത്ലി അത് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ മന്ത് മേടിച്ചത് ഈ മന്ത് യൂസ് ചെയ്യാൻ വേണ്ടിയേ പറ്റുള്ളൂ. സോ നെക്സ്റ്റ് മന്ത് നമുക്ക് ആവശ്യം വരുമ്പോൾ വീണ്ടും അടുത്ത് വാങ്ങണം. പക്ഷേ നമ്മൾ ഈ കപ്പ് എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെയല്ല, നമുക്ക് ലോങ് ടേം യൂസ് ആയിട്ട് ഉപയോഗിക്കാം. സോ ഒരു വട്ടം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കത് പലപ്പോഴായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിന്ന് എന്ത് ചെയ്യുന്നില്ല, പൈസ കമ്പയർ. അപ്പോൾ അതുകൊണ്ടാണ് ചീപ്പ് എന്ന് പറയാൻ കാരണം. സെക്കൻഡ് പോയിന്റ്, റെഡ്യൂസ്ഡ് ഇറിറ്റേഷൻ ആൻഡ് വെജൈനൽ ഡ്രൈനെസ്. നമ്മുടെ ഈ വെജൈനയുടെ ഭാഗത്ത് റെഡ്നെസ്സും അല്ലെങ്കിൽ ഇറിറ്റേഷൻസും ഒന്നും ഉണ്ടാവില്ല. സാനിറ്ററി പേഡ്സിൽ ലീക്കേജും അതുപോലെ ഫ്ലോ കൂടുമ്പോഴൊക്കെ ആയിരിക്കും നമുക്ക് ഈ വക പ്രശ്നങ്ങൾ ഉണ്ടാവുക. സോ നമ്മൾ ഈ ഒരു മെൻസ്ട്രൽ കപ്പ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടില്ല. അടുത്തത് ലെസ് മെസ് ആൻഡ് ഓർഡർ. തേർഡ്, ഫ്യൂവർ ലീക്കേജ് സംഭവിക്കുന്നില്ല. അടുത്ത ലോങ്ങർ വെയർ ടൈം, നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാം അല്ലേ. So wash your hands with soap or mild disinfectant before and after using menstrual cup, sanitary napkins or cloth. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുൻപും പിൻപും ആയിട്ട് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുക സോപ്പ് യൂസ് ചെയ്തിട്ട്. കെയർ ഷുഡ് ബി ടേക്കൺ ടു ചേഞ്ച് സാനിറ്ററി നാപ്കിൻസ് ഓർ ക്ലോത്ത് ആഫ്റ്റർ എവറി 4 or 5 hours as a part of cleanliness. അപ്പോൾ നിങ്ങളെപ്പോഴും ലീക്കേജ് വരാതെയും അതുപോലെ ഓവർഫ്ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട സമയത്ത് ചേഞ്ച് ചെയ്യുക തന്നെ വേണം. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ റെഡ്നെസ്സും റാഷസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കാനാണ് പറയുന്നത്. അടുത്തത് അഡോളസൻറ്റ് ന്യൂട്രീഷൻ ആണ് കേട്ടോ. വാട്ട് കൈൻഡ് ഓഫ് ഫുഡ് ഷുഡ് ബി ടേക്ക് ഡ്യൂറിങ് അഡോളസൻസിൻ്റെ സമയത്ത് നമ്മൾ ഏതൊക്കെ ടൈപ്പ് ഫുഡാണ് കഴിക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഡിസ്കസ് ബേസ്ഡ് ഓൺ ദ ഇൻഡിക്കേറ്റേഴ്സ് ബിലോ. അപ്പോൾ ബോഡി ഗ്രോത്ത് ഡ്യൂറിങ്, നമുക്കറിയാം നമ്മുടെ ശരീരം വളർച്ച വരുന്നത് നമ്മുടെ ആ ഒരു കാലഘട്ടത്തിലാണ്. ഗേൾ ലോസസ് അബൌട്ട് 0.6 ലിറ്റർ ബ്ലഡ് ഡ്യൂറിങ് മെൻസ്ട്രുവേഷൻ്റെ സമയത്ത് ഒരു ഗേളിന് 0.6 ലിറ്റർ ബ്ലഡ് പുറത്തേക്ക് പോകുന്നുണ്ട് അല്ലേ. അപ്പം അതിനൊക്കെ ബേസ് ചെയ്തിട്ട് എന്ത് ഫുഡാണ് കഴിക്കേണ്ടതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ന്യൂട്രിയൻസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. പ്രോപ്പർ ന്യൂട്രിയൻസ് ഈസ് എസെൻഷ്യൽ ടു സപ്പോർട്ട് ദീസ് ചേഞ്ചസ് ആൻഡ് എൻഷുർ ഒപ്റ്റിമൽ ഹെൽത്ത്. അപ്പോൾ ഫുഡ് എന്തൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്സ്, പിന്നെ അതായത് നമ്മൾ ഫുഡ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വോൾ ഗ്രെയിൻസ് പറയാം, ഫ്രൂട്ട്സ് പറയാം, വെജിറ്റബിൾസ് പറയാം, പിന്നെ നമ്മൾ പ്രോട്ടീൻ ആയിട്ടുള്ള മിൽക്ക്, ഫിഷ്, ബീൻസ് അത് പറയാം. പിന്നെ നമ്മൾ ഹെൽത്തി ഫാറ്റ്സ് ആയിട്ട് സീഡ്സ്, നട്ട്സ് അതൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക നമ്മുടെ ഫുഡിൽ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുക. കൺസിഡർ ദ ബ്ലഡ് ലോസ് ആൻഡ് റാപ്പിഡ് ബോഡി ഗ്രോത്ത്. ഹൗ ഷുഡ് അഡോളസൻസ് അഡ്ജസ്റ്റ് ദെയർ ഫുഡ് ഹാബിറ്റ്. എങ്ങനെയാണ് നമ്മൾ അഡോളസൻസ് അവരുടെ ഫുഡ് ഹാബിറ്റ് കൺട്രോൾ ചെയ്യേണ്ടത്, അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് കട്ട് ഡൗൺ ഓൺ സ്വീറ്റ്സ്, കേക്ക്സ്, ബിസ്ക്കറ്റ്സ് ആൻഡ് ഫിസി ഡ്രിങ്ക്സ്. FIZZY കേട്ടോ. അതായത് നല്ല ഓവറായിട്ടുള്ള സ്വീറ്റ്സ് കട്ട് ചെയ്യുക, കേക്ക്, ബിസ്ക്കറ്റ്സ് അതൊന്നും ഓവറായിട്ട് കഴിക്കുന്നത് ഒരിക്കലും നിങ്ങളുടെ ഹെൽത്തിന് നല്ലതല്ല. ഒട്ടും കഴിക്കാൻ പാടില്ല എന്ന് പറയില്ല, നമുക്ക് ഇടയ്ക്കൊക്കെ കഴിക്കാം. പക്ഷെ നമ്മൾ ഒരിക്കലും അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനത്തെ ഫുഡ് കഴിക്കാതിരിക്കുക, മനസ്സിലായി. അതുപോലെ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന ഡ്രിങ്ക്സൊക്കെ അവോയ്ഡ് ചെയ്യുക. ഓക്കെ. അടുത്തത് ഈറ്റ് ഫ്യൂവർ ഫാറ്റി ഫുഡ് സച്ച് ആസ് ചിപ്സ്, ബർഗേഴ്സ്, ഫ്രൈഡ് ഫുഡ് ആൻഡ് പ്രോസസ്ഡ് ഫുഡ് സച്ച് ആസ് ഇൻസ്റ്റൻറ്റ് നൂഡിൽസ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഹെൽത്തി ആവണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഓവറായിട്ടുള്ള ഫാറ്റി ഫുഡ്സ്, അതുപോലെ ചിപ്സ്, വറുത്തത്, പൊരിച്ചത് അതൊക്കെ നമ്മൾ ഓവറായിട്ടുള്ളത് എപ്പോഴും ഒരു കൺട്രോൾ രീതിയിൽ നിർത്താം. തേർഡ് പോയിന്റ്, ഈറ്റ് റെഗുലർ ബാലൻസ്ഡ് മീൽ. കറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ന്യൂട്രിയൻസ് ഇൻക്ലൂഡ് ആവണം, കാർബോഹൈഡ്രേറ്റ്സ് ഇൻക്ലൂഡ് ആവണം, ഫാറ്റ് ഇൻക്ലൂഡ് ആയിട്ട് കറക്റ്റ്, എപ്പോഴും ഞാൻ പറയുന്നത് കറക്റ്റ് ടൈമിൽ ഭക്ഷണം കഴിക്കുക. ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതിരിക്കുക നിങ്ങൾ ഒരിക്കലും, പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികൾ. ഓക്കെ. അടുത്തത് ഫോർത്ത് പോയിന്റ്, നമുക്ക് ബേസ് മീൽസ് ഓൺ സ്റ്റാർച്ചി ഫുഡ്, ചൂസിങ് വോൾ ഗ്രെയിൻ വെറൈറ്റീസ് വെൻ എവർ പോസിബിൾ. പിന്നെ ഈറ്റ് മോർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. എപ്പോഴും നിങ്ങൾ ഈ വറുത്തതും പൊരിച്ചതും ഒക്കെ കഴിക്കുന്നതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾ നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആ ടൈമിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ.
അടുത്ത, haven't you understood that our body is a storehouse of many wonders? Visit medical exhibitions to view and understood more about the internal organs we have learned about. അടുത്തത് സെക്ച്വൽ എക്സ്പ്ലോയിറ്റേഷൻ ആണ്. ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻക്ലൂഡിംഗ് സ്മോൾ ചിൽഡ്രൻസ് ആർ സബ്ജക്റ്റഡ് ടു വേരിയസ് കൈൻഡ്സ് ഓഫ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സെക്ച്വൽ അബ്യൂസ് ഇൻ സൊസൈറ്റി. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ പല സെക്ച്വൽ അബ്യൂസും നടക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ അതിനെപ്പറ്റി ബോധവാന്മാരായിരിക്കണം. കാരണം ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യരുത്. They often become victims of abuse in their own homes, relatives' house, vehicles, schools and other public places. പല പബ്ലിക് പ്ലേസസ് ആയിക്കോട്ടെ, എന്തിനും സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിതമല്ലാത്ത പല കുട്ടികളും നമ്മുടെ നാട്ടിലുണ്ട്. സോ നമ്മൾ നമ്മുടെ മക്കളെ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യുക. നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നത് അത് നല്ല കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, തെറ്റ് ചെയ്യാതെ ജീവിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ആൺകുട്ടികളാണെന്നുണ്ടെങ്കിലും പെൺകുട്ടികളാണെങ്കിലും പ്രോപ്പറായിട്ട് ഇതിനെ ട്രെയിൻ ചെയ്ത് കൊടുക്കുക. വീട്ടിൽ നിന്ന് തന്നെ ഒരു ക്ലാസ് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ. അടുത്തത്, യു നീഡ് ടു കെയർഫുൾ അബൌട്ട് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് പീപ്പിൾ വൈൽ ഇൻറ്ററാക്ടിങ് വിത്ത് റിലേറ്റീവ്സ്, ക്ലാസ്മേറ്റ്സ്, ഫ്രണ്ട്സ് ആൻഡ് സ്ട്രേഞ്ചേഴ്സ്. ദോസ് ഹു, അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് നമ്മൾ സ്വന്തക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ പുറമേയുള്ള ആരായിക്കോട്ടെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണം. ദോസ് ഹു ട്രൈ ടു ടച്ച് യുവർ ബോഡി പാർട്സ് വിത്തൗട്ട് പെർമിഷൻ. നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ആരും നമ്മുടെ ബോഡി പാർട്സിൽ ടച്ച് ചെയ്യാൻ അനുവദിക്കരുത്. പീപ്പിൾ ഹു ടോക്ക് ആൻഡ് ലുക്ക് വിത്ത് എ സെക്ച്വൽ ഇൻറ്റൻറ്റ്. അത് നമ്മൾ ഒരു മോശമായ രീതിയിൽ ആരെങ്കിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ റിയാക്ട് ചെയ്യണം. നിങ്ങൾ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്ത് പറയണം. ദോസ് ഹു എൻകറേജ് യു ടു വ്യൂ പോർണോഗ്രാഫിക് ഇമേജസ് ആൻഡ് വീഡിയോസ്. അതുപോലെ നമ്മൾ ഇതുപോലത്തെ വീഡിയോസ്, ഫോട്ടോസ് ഇതൊന്നും നിങ്ങൾ കാണാൻ പാടുന്നില്ല. അടുത്ത, ദോസ് ഹു ഷോ ഫേക്ക് ലവ് ആൻഡ് ഗീവ് ഗിഫ്റ്റ്സ്. ഇപ്പോൾ ഇതുപോലെ ഫേക്ക് ലവ് കാണിക്കുന്ന, ഗിഫ്റ്റ് കാണിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ ഇതാക്കാതെ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇഫ് യു ഫേസ് എനി ഡിഫിക്കൽട്ടീസ് ഇൻ ദ അബവ് മെൻഷൻ വേസ് യു ഷുഡ് സ്പീക്ക് ഓപ്പൺലി വിത്തൗട്ട് ഫിയർ ടു യുവർ പാരൻസ്. നിങ്ങൾക്കെതിരെ ഏതെങ്കിലും അനുഭവപ്പെടുക, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കാതെ തന്നെ നിങ്ങൾ പാരൻസിൻ്റെ അടുത്ത് പറയണം. കാരണം നിങ്ങൾ പുറത്തേക്ക് വരുന്ന നിങ്ങൾ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് നിങ്ങളുടെ പാരൻസാണ്. സോ നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന ആളെ കൊണ്ട് ഇന്ന പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഞാനിങ്ങനെ പോകുന്ന സ്ഥലത്ത് എനിക്ക് ഇങ്ങനത്തെ ഒരിക്കലും മനസ്സിൽ വെച്ച് നടക്കരുത്. സോ എന്തായാലും നിങ്ങളുടെ പാരൻസ് അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിച്ച് തരും. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ വെച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ടീച്ചേഴ്സിൻ്റെ അടുത്തോ സ്കൂൾ കൗൺസിലറുടെ അടുത്തോ ഷെയർ ചെയ്യണം. യു ഷുഡ് പ്രാക്ടീസ് സെയിങ് നോ. അതായത് നോ പറയേണ്ട അടുത്ത് നോ പറയാൻ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ബാഡ് ടച്ച് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിയാക്ട് ചെയ്യണം. ഓക്കെ. If you don't get enough support from your near and dear ones, even after opening up about the harassment you to your classmates had faced, you can contact the child helpline. ഇനി നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഇത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് തരുന്നില്ല, നിങ്ങളുടെ ബുദ്ധിമുട്ട് പറഞ്ഞിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുക. അപ്പോൾ അതിൻ്റെ നമ്പറാണ് കേട്ടോ 1098. രാത്രിയാണെങ്കിലും രാവിലെ ആണെങ്കിലും നിങ്ങൾക്ക് ഫോൺ കോൾ ചെയ്തിട്ട് അവരെ അറിയിക്കാം. ഇറ്റ് ഈസ് ദ ചൈൽഡ് റൈറ്റ് ടു ഗെറ്റ് പ്രൊട്ടക്ഷൻ ഫ്രം ഓൾ കൈൻഡ്സ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ. അപ്പോൾ നമ്മൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. കമ്പാരിറ്റീവ്ലി കുറച്ച് വലിയ ചാപ്റ്ററാണ്. നമ്മൾ പല ഓർഗൻസിനെ പറ്റിയിട്ട് നമുക്ക് സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കുറേ ടോപ്പിക്സും നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. കിഡ്നി, ഹാർട്ട്, ലിവർ, ലങ്സ്, അങ്ങനെ എക്സ്ക്രീറ്ററി ഓർഗൻസ്, ബ്രെയിൻ, അങ്ങനത്തെ ഫങ്ഷൻസ്, അതേപോലെ ഫിഗേഴ്സ്, അതേപോലെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ്, അതൊക്കെ നന്നായിട്ട് തന്നെ പഠിക്കുക. സോ മാക്സിമം എല്ലാ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഈ ചാപ്റ്റർ എടുത്തിട്ടുള്ളത്. അടുത്തത് ഇതിൽ വരുന്നതിൻ്റെ ലെറ്റേഴ്സ് എക്സസ് എന്നുള്ള ഭാഗമാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ നിങ്ങൾ തന്നെ ആൻസർ പറയാൻ നോക്കുക. നമ്മൾ ചാപ്റ്റർ ഇപ്പോൾ നന്നായിട്ട് പഠിച്ചതല്ലേ. പിന്നെ ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇതൊരു വലിയ ചാപ്റ്ററാണ്. പാർട്ട് 1 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാർട്ട് 1 കാണേണ്ടവർ അത് പോയി കാണാം. നമ്മൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കാണാൻ പറ്റും കേട്ടോ. ക്ലാസ് 7 ബേസിക് സയൻസ് എന്നുള്ള പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മതി. ഓക്കെ. അപ്പോൾ അത് കണ്ടതിന് ശേഷം നിങ്ങൾ പാർട്ട് 2 കാണാം. അപ്പോൾ ബാക്കിയുള്ള പോർഷൻസ് എവിടെയെന്ന് ചോദിക്കരുത് കേട്ടോ. കാരണം വലിയ ലെങ്തി ആയ കാരണം ഞാൻ പല ക്ലാസ്സസും ബ്രേക്ക് ചെയ്തിട്ട് പാർട്ടായിട്ടാണ് ഇടാറുള്ളത്. സോ ലെറ്റേഴ്സ് എക്സസ് എന്നുള്ള ഭാഗമാണ് നോക്കാം കേട്ടോ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഓർഗൻസ് ഡസ് നോട്ട് പെർഫോം ദ ഫംഗ്ഷൻ ഓഫ് എക്സ്ക്രീഷൻ. അപ്പോൾ എക്സ്ക്രീഷൻ ഫംഗ്ഷൻ ചെയ്യാത്ത ആരാണ്? നമുക്കറിയാം ഏതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഹേർട്ടാണ്. കാരണം ബാക്കി 3 എക്സ്ക്രീറ്ററി ഓർഗൻസ് ആണ് അല്ലേ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗൻ കിഡ്നി ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? പൾസ് റേറ്റ് ഇൻക്രീസസ് വൈൽ റണ്ണിങ്. ഓടുമ്പോൾ പൾസ് റേറ്റ് ഇൻക്രീസ് ചെയ്യും. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, അത് കറക്റ്റ് ആണ് അല്ലേ. ഓൾ ഇൻഡിവിജ്വൽസ് ഹാവ് ദ സെയിം പൾസ് റേറ്റ്, അത് തെറ്റാണ്. പൾസ് റേറ്റ് ക്യാൻ ബി ചെക്ക്ഡ് അറ്റ് ദി വേഴ്സ്റ്റ് ഓൺലി, അതും തെറ്റാണ്. പൾസ് റേറ്റ് ആൻഡ് ഹേർട്ട് റേറ്റ് ആർ ഡിഫറെൻറ്റ്, അതും തെറ്റാണ്. സോ ഫസ്റ്റ് 1 ആണ് അതിൻ്റെ ആൻസർ വരുന്നത് കേട്ടോ. അടുത്തത്
വാട്ട് ഷുഡ് ബി ഡൺ ടു പ്രിവെൻറ്റ് യൂറിനറി ഇൻഫെക്ഷൻ? യൂറിനറി ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചെയ്യാം? ഓൾറെഡി നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ ആൻസർ പറഞ്ഞാൽ ഇപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം. ഡ്രിങ്ക് പ്ലൻറ്റി ഓഫ് വാട്ടർ, എസ്പെഷ്യലി 8 to 12 glasses a day. Second point, urinate frequently. ഫ്രീക്വൻ്റ്ലിയുടെ സ്പെല്ലിംഗ് FREQUENTLY ട്ടോ. അടുത്തത് പ്രാക്ടീസ് ഗുഡ് ഹൈജീൻ. ലാസ്റ്റ് പോയിന്റ്, ഈറ്റ് വൈറ്റമിൻ സി റിച്ച് ഫുഡ്സ്. ഓക്കെ, അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫിസിക്കൽ ഡിസ്കംഫേർട്സ് ദാറ്റ് മേ ഒക്കർ ഡ്യൂറിങ് മെൻസ്ട്രുവേഷൻ? മെൻസ്ട്രുവേഷൻ്റെ സമയത്ത് നമുക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുന്നത്? അബ്ഡോമിനൽ പെയിൻ, വൊമിറ്റിംഗ്, ബാക്ക് പെയിൻ, leg cramps. Some may also develop excessive anger and anxiety during this period. ഇതൊക്കെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓർഗൻ ഇൻ ദ ഹ്യൂമൻ ബോഡി ഈസ് ദ ബ്രെയിൻ. സബ്സ്റ്റാൻഡിയേറ്റ്. അപ്പോൾ ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗൻ എന്ന് പറയുന്നത് ബ്രെയിൻ ആണ്. അതൊന്ന് ഇലാബറേറ്റ് ചെയ്ത് അതിൻ്റെ ആൻസർ പറയാനാണ്. സോ ദ ബ്രെയിൻ ഈസ് കൺസിഡർഡ് ആസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓർഗൻ ഡ്യൂ ടു ഇറ്റ്സ് കോംപ്ലക്സ് ആൻഡ് critical functions. Complex and critical functions. It control and coordinate all bodily activities. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ബ്രെയിനാണ്. അതുകൊണ്ടാണ് ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഓർഗനാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇത്രയാണ് ചാപ്റ്റർ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടി എല്ലാവരും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യുക കേട്ടോ. താങ്ക് യു.